ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ വെൽക്കം ടു ആൽബിൻസ് ഒപ്പീനിയൻ. ആൻഡ് കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ വരാനിരുന്നത്. ആൻഡ് ഇത് ഒരാഴ്ചത്തേക്കും പറഞ്ഞ ടീസറാണ്. ആൻഡ് ഐ എം കട്ട് ഹൈ ഫോർ വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. ഗുഡ് ബാഡ് അഗ്ലി എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ തല എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, അജിത് കുമാറിൻ്റെ ഒരു പുതിയൊരു പടം. ഇത് പുള്ളിയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ പടമാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് തൃശ്ശേനെ കാണാൻ പറ്റുന്ന തൃശ്ശയുണ്ട്, സുനിലുണ്ട്, കുറേ പേരുണ്ട് സിനിമയ്ക്കകത്ത്. ആൻഡ് ഇതിൻ്റെ സംവിധായകൻ അദിക് രവിചന്ദ്രൻ എന്നാണ് പേര്. പുള്ളിയുടെ പ്രീവിയസ് പടങ്ങൾ പറയുന്നത് മാർക്ക് ആൻ്റണി ഒക്കെയാണ്. അപ്പം അതിൻ്റെ ടീസർ ഒരാഴ്ചയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്യണമെന്ന് വെച്ചിരുന്നതാണ്, പക്ഷേ കുറച്ച് തിരക്ക് കാണും, ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ലെറ്റ്സ് വാച്ച്. ஒரு ரெட் டிராகன் அவன் போட்ட ரூல்ஸ அவனே பேரு அவன் மூச்சிலேயே முடிச்சிருவான். ரோல்ஸ் ராய்ஸ்னு ஒரு ஏகே. நாம எவ்வளவுதான் குட்டா இருந்தாலும் ஐவா பேட் ஆக்குது. பில்ல കിടു കാട്ടുறேன். ജീവി പ്രകാശാണ് മ്യൂസിക്. കേട്ടപ്പോൾ പിടി തോന്നി. சில சமயங்கள் அதெல்லாம் பண்ணணும் பேபி. അജിത് കുമാർ. Good, bad, ugly. My darlings, missed you all. ഏപ്രിൽ 10 റിലീസ്. കിടുവാന്ന് തോന്നുന്നു. ഇത് ഒരു പക്ക ഫാൻ സർവീസ് പടമാണെന്നാണ് തോന്നുന്നത്. അതായത് എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ വിടാമുയർച്ചയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി റിയലിസ്റ്റിക് അപ്രോച്ച്. പക്ഷെ ഇത് മറ്റേ വെടി പോക, ലോജിക് ഒന്നും നോക്കരുത്, ലോജിക് ഇസ് വെരി ഓപ്ഷണൽ ഇൻ ദിസ് മൂവി, ആ ഒരു ടൈപ്പാന്ന് തോന്നുന്നു. അതായത് നിങ്ങൾ മാർക്ക് ആൻ്റണി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ വിശാലിൻ്റെ സിനിമയുണ്ട്, അത് കണ്ടിട്ടുള്ളവർക്ക് ഈ സിനിമ അത് ഇഷ്ടപ്പെട്ട ആർക്കൊക്കെ ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. നമുക്ക് നോക്കാം. ഏപ്രിൽ 10 റിലീസാണ്. പിന്നെ ഈ സിനിമ എപ്പിക്യൂ ഫോർമാറ്റിലൊക്കെ ഇറങ്ങുന്നുണ്ട്. നോക്കാം, സി. എന്തായാലും ടീസേഴ്സ് വെരി ഗുഡ്. നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു റെഫറൻസ് ഫാൻ സർവീസാണ്. എസ്പെഷ്യലി ഈ അദിക് രവിചന്ദ്രൻ എന്നൊരു ഫാൻ ബോയാണ് അജിത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ആ ഒരു എല്ലായിടത്തും ഒരു AK പരിപാടി പിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ റോൾസ് റോയ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ റോൾസ് റോയ്സിൻ്റെ ഷോട്ടിൽ അതിനകത്ത് AK എന്നാണ് എഴുതിയത്. റോൾസ് റോയ്സിന് പകരം RRൻ്റെ പകരം AK എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സിനിമയാണ്. ആൻഡ് ലെറ്റ്സ് വാച്ച്, ലെറ്റ്സ് സീ എങ്ങനെയായിരിക്കുമെന്ന്. ഞാനിപ്പോൾ തൽക്കാലം നോക്കിയിരിക്കുന്നത് നമ്മുടെ ഒക്കെ ഫേവററ്റ് ലാലേട്ടൻ്റെ എമ്പുരാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. സോ യാ, ലെറ്റ്സ് സീ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.